ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ക്വസ്റ്റ്യൻ അവറിന്റെ ആദ്യത്തെ ഒരു സെക്ഷനിൽ എല്ലാവർക്കും സ്വാഗതം. 7 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ആവുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ അവർ ആണ് നമ്മൾ, അതായത് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും 10th പ്രിലിംസിനും വരാൻ വേണ്ടി പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അവറിന്റെ ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ ഈസിയായി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? 10th പ്രിലിംസിന് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. 10th പ്രിലിംസിനാണ് ഈ ചോദ്യം ചോദിച്ചത്. ഓപ്ഷൻ ബോംബെ ഉണ്ട്, ഡൽഹി ഉണ്ട്, മീററ്റ് ഉണ്ട്, ബംഗാൾ ഉണ്ട്. എവിടെയാണ് ഉത്തരം? മീററ്റ് ആണ്. ഏതാണ്? മീററ്റ് എന്നതാണ് ഉത്തരമായി വരുന്നത്. നമുക്ക് പാഠപുസ്തകം നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുനാ നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അപ്പൊ എവിടെയാണ്? മീററ്റിലാണ്. അവരിൽ ശിപായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഇവിടെ നിന്നാണ് ഈ ഒരു 857 ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്താണ് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നത്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു സമരം എന്ന് തന്നെ പറയാം. ഈ ഒരു സമരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വിത്തുപാകിയത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം മീററ്റിൽ 1857 മെയ് 10 മീററ്റിൽ നടന്ന ഒരു കലാപം, അതിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ, മീററ്റിൽ നിന്ന് യമുനാ നദി കടന്ന് കലാപകാരികൾ എവിടത്തേക്ക് വന്നു? ഡൽഹിയിലെത്തിയ കലാപകാരികൾ എന്ത് ചെയ്തു? മുഗൾ ചക്രവർത്തിയായിരുന്ന ആ സമയത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ബഹദൂർ ഷാ രണ്ടാമൻ എന്നും ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ബഹദൂർ ഷാ രണ്ടാമനെ, മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്തു? ഇന്ത്യയുടെ ചക്രവർത്തിയായി പിന്നെ പ്രഖ്യാപിച്ചു. താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു എന്നാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, ഇത് നോക്കാം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിന്റെ വിവരണമാണ് മുകളിൽ നൽകിയത്. എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ശിപായി ലഹള എന്നും ഈ 1857 കലാപം അറിയപ്പെടുന്നുണ്ട്. ആരാണ് തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചാൽ മീററ്റിലെ ശിപായിമാരാണ്. 1857 കലാപത്തിന് തുടക്കം കുറിക്കുന്നത്. എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിച്ചതെന്ന് ചോദിച്ചാൽ തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. അതായത് വളരെ തുച്ഛമായ ശമ്പളം കൂടാതെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. മാത്രമല്ല, സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. അതായത് പുതുതായിട്ട് നൽകുന്ന എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിര എന്ന് പറയുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഈ ഒരു സമീപനം, അല്ലെങ്കിൽ ഈ ഒരു പ്രചാരണം. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. അതായത് ഈ മതവികാരം വ്രണപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഈ തിര എന്ത് ചെയ്തു? ഇത് ഉപയോഗിക്കാൻ ശിപായിമാർ വിസമ്മതിച്ചു. എന്നാൽ ഇവർക്ക് ക്രൂരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ബംഗാളിലെ ബാരക്പൂരിൽ, ഓർക്കുക, ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. നമുക്കൊരു BGM ഒക്കെ ഇട്ട് പോവാം. ടങ് ടങ് ടങ്. എന്താണെന്ന് ഇവിടെയാണ് പ്രധാനം. കാരണം ബംഗാളിലെ ബാരക്പൂരിൽ എന്താണ് മംഗൾ പാണ്ഡെ എന്ന സൈനികനാണ് ബംഗാളിലെ ബാരക്പൂരിൽ എന്ത് ചെയ്തത്? പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ എതിരെ വെടിയുതിർത്തത്. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. 1857 കലാപത്തിൽ ആദ്യത്തെ രക്തസാക്ഷി ചോദിച്ചാൽ ഉത്തരം മംഗൾ പാണ്ഡെ എന്നാണ്. മംഗൾ പാണ്ഡെ സിനിമയുണ്ട്, മംഗൾ പാണ്ഡെ കാണാത്തവര്. ഓക്കെ, മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. ആരാണ് തുടങ്ങി വെച്ചത്? മംഗൾ പാണ്ഡെ. ബംഗാളിലെ ബാരക്പൂർ. രാജാക്കന്മാർ, കർഷകർ,
കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. അതായത് രാജാക്കന്മാരുണ്ടായി, കർഷകരുണ്ടായി, കരകൗശല തൊഴിലാളികൾ, ശിപായിമാർ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ എന്ത് ചെയ്തു? കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിനു പുറമെ ദുർഭരണക്കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. അതായത് ദത്താവകാശ നിരോധന നിയമം മാത്രമല്ല, ദുർഭരണക്കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയിരുന്നു. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചത് ഇതാണ്. രാജാക്കന്മാർക്കും ശിപായിമാർക്കും ഒപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. രാജാക്കന്മാരും ശിപായികളും മാത്രമല്ല, സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. ഇതാണ്. അതായത് നമ്മൾ ചിന്തിക്കുക, ആരൊക്കെ? രാജാക്കന്മാർ, കർഷകർ, ശിപായിമാർ, കരകൗശല തൊഴിലാളികൾ, സാധാരണക്കാർ എല്ലാവരും ഈ ഒരു സമരത്തിൽ എന്താണ്? പങ്കാളികളായി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമാണ്. പിന്നെ ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ പ്രധാന പ്രത്യേകത. കലാപത്തിന്റെ പ്രധാന പ്രത്യേകത ചോദിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ കൃത്യമായി പറയുന്നു, സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ പ്രധാന പ്രത്യേകത. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. അതായത് അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത് അവധിൽ. ആ 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ ആരാണ്? സാധാരണക്കാരായിരുന്നു, സാധാരണക്കാർ. മറ്റൊന്ന്, ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. അതായത് ഒരു ഹിന്ദു മുസ്ലിം ഐക്യം ഈ കലാപത്തിന്റെ യഥാർത്ഥ ശക്തിയായി നിലകൊണ്ടു. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നു. അതുപോലെ ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അതായത് നമ്മൾ പറഞ്ഞു, ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്തു? കലാപകാരികൾ അവരുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. താഴെ കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെയും നേതൃത്വം കൊടുത്തവരെയും താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിൽ നിന്ന് പരിചയപ്പെടാം. ഒരുപാട് തവണ പരീക്ഷയിൽ ആവർത്തിച്ച ഈ ഒരു പട്ടിക കൃത്യമായി അറിഞ്ഞിരിക്കണം, പഠിച്ചു വെക്കണം. കലാപ സ്ഥലവും നേതാക്കളുമാണ്. ഡൽഹിയിൽ ആരായിരുന്നു നേതാവ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ ഝാൻസി റാണി, അതായത് റാണി ലക്ഷ്മിബായി. ആരാണ്? റാണി ലക്ഷ്മിബായി. ലക്നൗ എന്ന് പറയുമ്പോൾ ഒരൊറ്റ പേര് കയറി വരണം, ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ആ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. കാൺപൂരിലേക്ക് വരുമ്പോൾ നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂർ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കുക, ക്രമപ്പെടുത്തുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ലക്നൌവിന്റെ കലാപത്തിലെ നേതാക്കൾ ആര് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായി പഠിച്ചു പോകുമ്പോൾ നമുക്ക് 1 മാർക്ക് പോലും കളയാതെ അത് സ്കോറിന്റെ വേഗം കൂട്ടാൻ വേണ്ടി സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ ഒരു കാര്യം. ഇനി ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കാരണം നമ്മൾ ചപ്പാത്തിയും താമരയും കമ്പും വടിയൊക്കെ എടുത്ത് ഇതിനെതിരെ ഒരുങ്ങി പുറപ്പെടുമ്പോൾ അവിടെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എന്താണ്? ശക്തമായ ആയുധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു ഈ ഒരു സമരം എന്ന് പറയുന്നത്. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതായത് ബ്രിട്ടീഷുകാരെ പിടിച്ചുലക്കിയ ഒരു സമരം തന്നെയായിരുന്നു 1857 ഈ ഒരു കലാപം എന്ന് നമുക്ക് തീർച്ചയായും പറയാം. കാരണം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു കലാപത്തിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഏറ്റെടുത്തു. അതുവരെ ഇന്ത്യയിൽ ഭരണം നടത്തിയത് ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു? ഭരണം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അതായത് അതുവരെ സാമ്പത്തിക ചൂഷണങ്ങൾ ഇല്ലാതിരുന്ന ഇന്ത്യയിലെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇത് ഏറ്റെടുത്തതോടു കൂടി അല്ലെങ്കിൽ 1857 ശേഷം ഏറ്റവും തീവ്രമായ സാമ്പത്തിക ചൂഷണം നടന്ന കാലഘട്ടമായിരുന്നു. കാരണം ഒട്ടനവധി പട്ടിണി മരണങ്ങൾ ഇത് കാണുന്നില്ലേ? ബംഗാൾ ഫാമിൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് അതിൽ ദുരിതം അനുഭവിച്ചിട്ടുള്ള ഒരു ചിത്രം.
അതായത് അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേരാണ് മരിച്ചിരിക്കുന്നത്. 2 കോടിയോളം പേർ. ഇത്രയുമാണ് പാഠപുസ്തകത്തിൽ പ്രധാനമായി പറയുന്നത്. കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്, അല്ലെങ്കിൽ കലാപമാണ്. 1857 വിപ്ലവമാണ്. എവിടെയാണ് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്? ഒന്നാമത്തത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ. 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം ചോദിച്ചാൽ 34-ാം ബംഗാൾ ഇൻഫൻട്രി റെജിമെന്റ്. മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗമാണ് 34-ാം ബംഗാൾ ഇൻഫൻട്രി റെജിമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഇനി എവിടേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത്? റങ്കൂണിലേക്ക്. മ്യാൻമറിലുള്ള റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തുന്നത്. മറ്റൊന്ന്, ഏതു ചക്രവർത്തിയുടെ ശവകുടീരത്തിൽ നിന്നാണ് ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ പിടികൂടിയത്? ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ് ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ പിടികൂടുന്നത്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ചോദിച്ചാൽ കാനിങ് പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണറാണ് കാനിങ് പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ്. വന്ധ്യവയോധികൻ കൻവർ സിംഗ്. 857 വിപ്ലവത്തിന് അനന്തരഫലമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം ആരുടെ കീഴിലായി? ബ്രിട്ടീഷ് രാജ്ഞിയുടെ. അതായത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഭരണം അവസാനിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ ഇന്ത്യയുടെ ഭരണമാവുകയും ചെയ്തത്. ഇനി 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിച്ചാൽ പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. പാൽമേഴ്സ്റ്റൺ പ്രഭു. അതായത് ക്യൂൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിയാണ് പാൽമേഴ്സ്റ്റൺ പ്രഭു. ഇനി 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ. അസിമുള്ള ഖാൻ ആണ് കേട്ടോ. അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ അസിമുള്ള ഖാൻ. വിപ്ലവം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബും ബോംബെയും. പഞ്ചാബിലും ബോംബെയിലും വിപ്ലവം വ്യാപിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർ ആദ്യം തിരിച്ചു പിടിച്ചത് ഡൽഹിയാണ്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യം പിടിച്ചെടുത്തത് ഡൽഹിയാണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയ ജോൺ നിക്കോൾസൺ ആണ് 1857 ഡൽഹിയുടെ അല്ലെങ്കിൽ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. ഇനി ആരായിരുന്നു 857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം? നാനാ സാഹിബാണ്. ബുദ്ധികേന്ദ്രം നാനാ സാഹിബ്. പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. പേഷ്യ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ് ദോണ്ടുപന്ത്. ദോണ്ടുപന്ത് എന്നാണ് യഥാർത്ഥ നാമം. 1857 വിപ്ലവത്തെ കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബാണ്. കാൺപൂര് നാനാ സാഹിബും താന്തിയ തോപ്പിയും കൂടിയാണ്. കലാപശേഷം നേപ്പാളിലേക്ക് കടന്നത് നാനാ സാഹിബ്. കലാപശേഷം നേപ്പാളിലേക്ക് കടന്നു. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ. രാമചന്ദ്ര പാണ്ഡുരംഗ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് താന്തിയ തോപ്പിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക. മണികർണിക എന്നാണ് റാണി ലക്ഷ്മിബായി അറിയപ്പെടുന്നത്. മനുബായി എന്ന് വിളിക്കപ്പെടുന്നത് ഝാൻസി റാണിയാണ്. മനുബായി, ഝാൻസി റാണി. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അതും റാണി ലക്ഷ്മിബായി ആണ്. ജവാൻ ഓഫ് ആർക്ക്, മണികർണിക, അതുപോലെ മനുബായി എന്നൊക്കെ അറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. മറ്റൊന്ന്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി നമ്മൾ ബോക്സിൽ പഠിച്ചതാണ്, എന്നാലും കുറച്ചുകൂടി നമുക്ക് നോക്കാം. 1857 കലാപത്തിന് നേതൃത്വം നൽകിയവർ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി നമ്മൾ പറഞ്ഞു. ഡൽഹിയിലെ ഭക്ത് ഖാനും ഉണ്ട്, ബഹദൂർ ഷാ രണ്ടാമനും. ഭക്ത് ഖാൻ കൂടി ഡൽഹിയിലുണ്ട് കേട്ടോ. ഭക്ത് ഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനും. അതുപോലെ കാൺപൂരിൽ നമ്മൾ പറഞ്ഞു നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഖാൻ. മൗലവി അഹമ്മദുള്ള ഖാൻ. ഗ്വാളിയോറിലും റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയാണ്. ഗ്വാളിയോറും റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും. ലക്നൗ ആഗ്ര ബീഗം ഹസ്രത് മഹൽ. ലക്നൗ ആഗ്രയും ബീഗം ഹസ്രത് മഹൽ. ബീഹാർ ജഗദീഷ്പൂർ കൻവർ സിംഗ്. ബീഹാറിലും ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. അലഹബാദിൽ ലിയാഖത്ത് അലി ഖാൻ. ലിയാഖത്ത്
അലിഖാൻ എന്നിങ്ങനെയാണ് അവിടെ. ഇനി കലാപം അടിച്ചമർത്തിയ ഡൽഹിയിൽ നമ്മൾ പറഞ്ഞ ആരാണ്? ജോൺ നിക്കോൾസൺ, അതായത് ക്രൂരനായ കശാപ്പുകാരൻ എന്ന് പറഞ്ഞില്ല, അത് ജോൺ നിക്കോൾസൺ ഡൽഹി. അതുപോലെ തന്നെ ഹഡ്സൺ എന്ന് പറയുന്ന വ്യക്തിയും. കാൺപൂരിലാണെങ്കിൽ ഹാവ്ലോക്കും ക്യാമ്പലും. ഝാൻസിയിൽ ഹ്യൂഗ്രോസ്, ലക്നൌവിലും ക്യാമ്പല്. ഇനി പുസ്തകവും രചയിതാവ് നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പ്രമേയമാക്കിക്കൊണ്ടുള്ള അമൃതം തേടി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അമൃതം തേടി മലയാറ്റൂർ രാമകൃഷ്ണൻ. ശിപായി മ്യൂട്ടിനി എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത് R.C. മജൂംദാർ ആണ്. ശിപായി മ്യൂട്ടിനി എന്ന് വിശേഷിപ്പിച്ചത് R.C. മജൂംദാർ. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ചത് V.D. സവർക്കർ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് V.D. സവർക്കർ. ക്യൂൻ ഓഫ് ഝാൻസി എന്ന് വിശേഷിപ്പിച്ചത് മഹേശ്വത ദേവിയാണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് 1857 കലാപത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് V.D. സവർക്കർ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം V.D. സവർക്കർ. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് S.B. ചൗധരി. ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരവും ആയിരുന്നില്ല എന്ന് വിശേഷിപ്പിച്ചത് R.C. മജൂംദാർ. ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരവും ആയിരുന്നില്ല എന്ന് വിശേഷിപ്പിച്ചത് R.C. മജൂംദാർ. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലി. ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് സ്റ്റാൻലി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 1857 കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. ഇനി മറ്റൊരു ചോദ്യമാണ് ഇതാ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? 1. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരിയാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ശരിയാണ്. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. തെറ്റാണ്. അപ്പോ ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. കൃത്യമായി നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഒരു മാപ്പാണ്. നിങ്ങൾ നോക്കുക, ഇതെന്താണ്? ഇത് അഫ്ഗാനിസ്ഥാനാണ്. ഇത്രയും ബോർഡർ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആ ഏരിയയിൽ ഇതാ ഈ ഒരു ഏരിയ ബോർഡർ ഒന്ന് പരിശോധിച്ച ഈ ഒരു ഏരിയ എന്താണ്? ഇത് ഇങ്ങനെ വന്ന് ഇതാ ഇതിലേക്ക് കൂടി എന്താണ് ഇത്രയും ബോർഡർ ആരുമായിട്ടുണ്ട്? അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ട്. അവിടെ നിന്ന് ജമ്മു കാശ്മീരിന്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ എന്താണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ നോക്കുക, ജമ്മു കാശ്മീര്, പഞ്ചാബ്, അതുപോലെ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിങ്ങനെ ഇത്രയും ഏരിയകളിലേക്ക് എന്താണ് പാകിസ്ഥാൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. നോക്കുക, ഗുജറാത്തിന്റെ ഏരിയ, രാജസ്ഥാന്റെ ഏരിയ, പഞ്ചാബിന്റെ ഏരിയ, പിന്നീട് ജമ്മു കാശ്മീർ എന്നിവിടെ 1, 2, 3, 4 സംസ്ഥാനങ്ങളുമായിട്ട് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാൻ, ജമ്മു കാശ്മീർ. അവിടെ നിന്ന് ഇങ്ങോട്ട് ചൈന നോക്കുക, ജമ്മു കാശ്മീർ വരുന്നുണ്ട്, ലഡാക്ക്, ഇത് നമ്മുടെ ലേ വരുന്നുണ്ട്, ലഡാക്ക് വരുന്നുണ്ട്, ഹിമാചൽ പ്രദേശ് വരുന്നുണ്ട്, ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, പിന്നെ ഉത്തരാഖണ്ഡ് വരെ വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേപ്പാളാണ്. അത് കഴിഞ്ഞ് സിക്കിം വരുന്നുണ്ട്, അരുണാചൽ പ്രദേശ് വരുന്നുണ്ട്. അപ്പൊ ചൈനയുമായി അതിർത്തി പങ്കിടുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. അത് കഴിഞ്ഞ് 1, 2, അതുപോലെ 3, 4 സംസ്ഥാനങ്ങളാണ് ആരുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? നമ്മുടെ ചൈനയുമായിട്ട്. 1, 2, 3 സംസ്ഥാനങ്ങളുമായിട്ട് പാകിസ്ഥാൻ, 4 സംസ്ഥാനങ്ങളുമായിട്ട് ചൈന, അതുപോലെ 1 കേന്ദ്രഭരണ പ്രദേശവുമാണ് പാകിസ്ഥാൻ എങ്കിൽ ചൈന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഇനി നേപ്പാൾ നോക്കുക, നേപ്പാൾ ചൈനയുടെ അതിൽ തന്നെ അതിർത്തിയിൽ ഉത്തരാഖണ്ഡിന്റെയും സിക്കിമിന്റെയും ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും ഇടയിലായിട്ടാണ് നേപ്പാൾ കിടക്കുന്നത്. ഇതാണ് നേപ്പാൾ. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വന്നിതാ ഈ ഒരു ഏരിയയിലൂടെ കിടക്കുന്നതാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിനും സിക്കിമിനും ഇടയിൽ കിടക്കുന്നതാണ് നേപ്പാൾ. ഉത്തരാഖണ്ഡിനും സിക്കിമിനും ഇടയിലാണ് നേപ്പാൾ കിടക്കുന്നത്. നിങ്ങൾ നോക്കുക, ഉത്തരാഖണ്ഡ് സംസ്ഥാനം, ഉത്തർപ്രദേശ് സംസ്ഥാനം, ബീഹാർ, അതുപോലെ ഇവിടെ വെസ്റ്റ് ബംഗാളിന്റെ കുറച്ച് ഏരിയ കൂടി കിടക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിന്റെ ഏരിയ, അതുപോലെ സിക്കിം, ഇത്രയും സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. 1, 2, 3, 4, 5 സംസ്ഥാനങ്ങളുമായിട്ടാണ് നേപ്പാൾ അതിർത്തി പങ്കിടുന്നത്. 5 സംസ്ഥാനങ്ങളുമായി നേപ്പാൾ അതിർത്തി പങ്കിടുന്നു. അതായത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, അതുപോലെ വെസ്റ്റ് ബംഗാള്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് നമ്മുടെ നേപ്പാൾ അതിർത്തി പങ്കിടുന്നു. അത് കഴിഞ്ഞ് സിക്കിമിനും അരുണാചൽ പ്രദേശിനും ഇടയിലാണ് ഭൂട്ടാൻ കിടക്കുന്നത്. ഭൂട്ടാൻ എവിടെയാണ്? സിക്കിമിനും അരുണാചൽ പ്രദേശിനും ഇടയിലായിട്ടാണ് നമ്മുടെ
ഭൂട്ടാൻ കിടക്കുന്നത്. ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്നത് സിക്കിം ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ആസാം ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്. 1, 2, 3 4 സംസ്ഥാനങ്ങളുമായിട്ടും ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നു. 4 സംസ്ഥാനങ്ങളുമായി ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നു. സിക്കിം, വെസ്റ്റ് ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്, ആസാം, വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നിവയുമായി ഭൂട്ടാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇനി നമ്മൾ മ്യാൻമറിലേക്ക് വന്നാൽ ഇവിടം മുതൽ ഇവിടം വരെ എന്താണ്? മ്യാൻമറിന്റെ അതിർത്തിയാണ്. മ്യാൻമർ നോക്കുക. മ്യാൻമർ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു? മിസോറാം, മണിപ്പൂര്, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. മിസോറാം, മണിപ്പൂര്, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. 1, 2, 3, 4 സംസ്ഥാനങ്ങളുമായിട്ട് മ്യാൻമറും എന്താണ്? അതിർത്തി പങ്കിടുന്നു. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ഈ സംസ്ഥാനങ്ങളുമായിട്ട് മ്യാൻമറും എന്താണ്? അതിർത്തി പങ്കിടുന്നു. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് ഇത്രയും ഏരിയയിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് എന്ത്? ബംഗ്ലാദേശ്. ഈ ഒരു ഏരിയയേക്കാൾ ഇരട്ടി ഏരിയ ഇവിടെ കവർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇത്രയും ഏരിയയിലോളം വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ബംഗ്ലാദേശ്. വളഞ്ഞും പൊളഞ്ഞും പോയിട്ട് കിടക്കുന്ന ഒന്ന്, അതാണ് ബംഗ്ലാദേശ്. അപ്പൊ ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത് 1, 2, 3, 4 അതുപോലെ മിസോറാം 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. മിസോറാം ഉണ്ട്, ത്രിപുരയുണ്ട്, മേഘാലയ ഉണ്ട്, ആസാം ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് എന്ന് മനസ്സിലാക്കുക. അവിടെ നിന്ന് നോക്കുക നിങ്ങൾ. ഈ വെസ്റ്റ് ബംഗാളിന്റെ ഈ ഏരിയ മുതൽ ഇങ്ങോട്ട് എന്താണ്? വേ ഓഫ് ബംഗാൾ ആണ്. വേ ഓഫ് ബംഗാൾ നമ്മളെ ഈ ഒരു ഏരിയ വരെ ബേ ഓഫ് ബംഗാളും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് അറേബ്യൻ സീയുമാണ്. ഇവിടെ അറേബ്യൻ സീ, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറു ഭാഗത്ത് അറേബ്യൻ സീയും നമ്മുടെ കിഴക്ക് ഭാഗത്ത്, കിഴക്കെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതെന്താണ്? കിഴക്കും തെക്കുമാണ്. തെക്ക് കിഴക്കായിട്ട് വേ ഓഫ് ബംഗാളും തെക്ക് പടിഞ്ഞാറായിട്ട് അറേബ്യൻ സീയുമാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ? ബേ ഓഫ് ബംഗാൾ ഇങ്ങനെ കിടക്കുന്നു. ഇതാണ് ആൻഡമാൻ നിക്കോബാർ. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ. എവിടെയാണ് ലക്ഷദ്വീപ്? ലക്ഷദ്വീപ് നമ്മുടെ അറേബ്യൻ സീയിലാണ് ലക്ഷദ്വീപ്. അതിന് താഴെട്ട് എന്താണ്? മാലദ്വീപ് കൂടിയുണ്ട്. അവിടെ മാലദ്വീപ് കൂടി ഇവിടെയാണ് അറേബ്യൻ സീയുടെ ഏരിയയിലാണ് മാലദ്വീപ് കിടക്കുന്നത്. ഇനി എന്താണ്? ഇതാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീലങ്ക. പാക് സ്ട്രേറ്റ് കിടക്കുന്നത് ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിലാണ്. എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ സംസ്ഥാനങ്ങളും നോക്കാം. ജമ്മു ആൻഡ് കാശ്മീർ, ശ്രീനഗർ, ലഡാക്ക് ഇല്ലേ? ലഡാക്കിലെ ക്യാപിറ്റൽ ആണ് പഠിക്കുന്നത്. ഇതിന്റെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമാണ്. ഹിമാചൽ സംസ്ഥാനത്തിൻ്റെത് ഷിംല. പഞ്ചാബ് ചണ്ഡീഗഡ്, ഹരിയാന ചണ്ഡീഗഡ്, ഡൽഹി എവിടെയാണ്? ഉത്തരാഖണ്ഡിന്റെ ഡെറാഡൂൺ, ഉത്തർപ്രദേശ് ലക്നൗ, ബീഹാർ പാറ്റ്ന, സിക്കിം ഗാംഗ്ടോക്ക്, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, അസാം ദിസ്പൂർ, നാഗാലാൻഡ് കൊഹിമ, മണിപ്പൂർ ഇംഫാൽ, മിസോറാം ഐസ്വാൾ, ത്രിപുര അഗർത്തല, മേഘാലയ ഷില്ലോങ്, വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത, ജാർഖണ്ഡ് റാഞ്ചി, ഒഡീഷ ഭുവനേശ്വർ, ഛത്തീസ്ഗഡ് റായ്പൂർ, മധ്യപ്രദേശ് ഭോപ്പാൽ, രാജസ്ഥാൻ ജയ്പൂർ, ഗുജറാത്ത് ഗാന്ധിനഗർ, ദാമൻ ആൻഡ് ദിയു അതുപോലെ സിൽവാസിയും പറയുന്നുണ്ട്. അതുപോലെ മഹാരാഷ്ട്ര മുംബൈ, തെലങ്കാന ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ് അമരാവതി, ഗോവ പനാജി, കർണാടക ബംഗളൂരു, കേരള തിരുവനന്തപുരം, തമിഴ്നാട് ചെന്നൈ. ഇനി നമുക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള 4 സംസ്ഥാനങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന നോക്കാം. ഒന്ന് പുതുച്ചേരിയാണ്. പുതുച്ചേരിയുടെ ഭാഗങ്ങളായിട്ടുള്ള ഒന്ന് മാഹി കേരളത്തിൽ, അതുപോലെ
പോണ്ടിച്ചേരി ഇതാ ഇവിടെ കിടക്കുന്നു. പിന്നെ ഇവിടെ കാരക്കലും കിടക്കുന്നുണ്ട്. അതായത് പുതുച്ചേരി, കാരക്കല്, മാഹിയായി. പിന്നെ യാനം എവിടെയാണ്? ഇവിടെ ആന്ധ്രാപ്രദേശിലാണ് യാനം. അതായത് 3 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം. കേരളത്തിൽ മാഹി, പിന്നെ പോണ്ടിച്ചേരി തമിഴ്നാട്ടില്, കാരക്കല് തമിഴ്നാട്ടില്, യാനം ആന്ധ്രാപ്രദേശിലാണ് എന്നുകൂടി ഓർത്തു വെക്കുക. യാനം ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത്. ഇനി അതിർത്തി രേഖകൾ നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്കും, അതല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് അറിയപ്പെടുന്നത്. ഇന്ത്യ ചൈന മ്യാൻമർ അതിർത്തി ഹക്കാബോ റാസി എന്നറിയപ്പെടുന്നു. ഹക്കാബോ റാസി. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് ലൈൻ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്, ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനൽ, ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ ചൈന മ്യാൻമർ എന്നിവ ഹക്കാബോ റാസി എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ചുരങ്ങൾ നോക്കാം. നാഥുല ചുരം എന്ന് പറയുന്നത് ഇന്ത്യയിലെയും സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. അതായത് സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. എന്ത്? നാഥുല ചുരം പ്രാചീന സിൽക്ക് പാതയുടെ ഭാഗമായിരുന്നു. എന്താണ് ഷിപ്കില? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചലിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ഹിമാചലിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ലിപ്പുലെ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും. സോജില ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. സോജില എസ്, ശ്രീനഗർ ലഡാക്ക് എന്ന് ഓർക്കുക. ഇത് ആൻഡ് സോജില ശ്രീനഗർ ലഡാക്ക്. ബനിഹാൽ പീർ പാഞ്ചാൽ പർവ്വതനിരയിലാണ്. ജമ്മു കാശ്മീരിനെ ശിവാലിക്കുമായി ബന്ധിപ്പിക്കുന്നു. ബാറാലാച്ചില ചുരം ഹിമാചൽ പ്രദേശിലെ ലാഹോളിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ദിഫു ചുരം ഇന്ത്യ ചൈന മ്യാൻമർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഫോത്തുല ചുരം ശ്രീനഗർ ലേ ഹൈവേ. ജലേപ്ല ഇന്ത്യയിലെ സിക്കിമിനെയും ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. കുംബർലി ഘട്ട് മഹാരാഷ്ട്രയിലാണ്. കൊങ്കൺ തീരത്തെ മറാത്തവാഡയുമായി ബന്ധിപ്പിക്കുന്നു. അതുപോലെ ലേയും മനാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലംഗലാച്ച ചുരം. പെൻസില ചുരം ലഡാക്കിനെയും കാർഗിൽ ജില്ലയും ബന്ധിപ്പിക്കുന്നു. റോത്താങ് ചുരം കുളു താഴ്വരയും ലാഹൂൽ സ്പിതി താഴ്വരയും ബന്ധിപ്പിക്കുന്നു. സാസർ ചുരം ലഡാക്കിലെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നു. ഷിങ്ങോല ചുരം ലഡാക്കിലെ ലേയെയും ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ബന്ധിപ്പിക്കുന്നു. ഗൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്നു. ഗൈബർ ചുരം ബന്ധിപ്പിക്കുന്നു. ഹിന്ദുക്കുഷ് പർവ്വതനിരയിലാണ്. അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണം, മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിലേക്കുള്ള വരവ് എന്നിവയ്ക്കെല്ലാം സാക്ഷ്യം വഹിച്ച ചരിത്ര പ്രസിദ്ധമായ മലമ്പാതയാണ് ഗൈബർ. ഹാൽഡിഗഡ് ചുരം ആരവല്ലി പർവ്വതനിരയിലെ പ്രധാന മലമ്പാത. രാസായത്ത്, പാലി എന്നീ ജില്ലകളെ ബന്ധിപ്പിക്കുന്നു. ഇനി പർവ്വതനിരകൾ മുറിച്ചെടുക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ അഥവാ പാസ് എന്ന് പറയുന്നത്. അമ്പലചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശങ്ങളിലുള്ള ജനസംസ്കാരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാതകൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ലിപ്പുലെ പറയുന്നുണ്ട്. ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ്. സോജില ശ്രീനഗർ കാർഗിൽ. നാഥുല സിക്കിം ടിബറ്റ്. ഇത് നമുക്ക് പാസസ് നോക്കാം. ഇത് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ മിൻഡാക്ക പാസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത പാർപ്പിക് പാസ് ഉണ്ട്. പിന്നെ ഗഞ്ചൂർബക് പാസ്, അഗിൽ പാസ്. ഇതാണ് അഗിൽ പാസ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പാസുകൾ നമുക്ക് നോക്കാം. ഇതിൽ ഗർദൂംഗ്ല പാസ് ഇതാണ് ഗർദൂംഗ്ല പാസ്. സോജില പാസ് ഇതാണ് സോജില പാസ്. ഇത് ബുർസിൽ പാസ് ഇത്. പീർ പാഞ്ചാൽ പാസ് ഇത്. അതുപോലെ ബനിഹാൽ പാസ് ഇത്. ബാരാലച്ചില ഇതാണ് ബാരാലച്ചില പാസ് ഇത്. അതുപോലെ റോത്താങ് പാസ് ആണ് ഈ കാണുന്നത് റോത്താങ് പാസ്. പിന്നെ ഷിപ്കില പാസ് ഇതാണ് ഷിപ്കില പാസ്. പിന്നെ പ്രധാനപ്പെട്ട ലിപ്പുലെ പാസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നേപ്പാളിന്റെ അടുത്തായിട്ട് ലിപ്പുലെ പാസ്. അതുപോലെ നിധി പാസ് എന്ന് പറയുന്നത് ഇതാണ് നിധി പാസ്. പിന്നെ നാക്കുല എന്ന് പറയുന്നത് ഇത്. അതുപോലെ തന്നെ നാദുല ഇതാണ് നാദുല പാസ്. ഇങ്ങനെയാണ് നാദുല പാസ്. അതിന് താഴെ ജലേപ്ല പാസ്. പിന്നെ ബോംഡില ഇതാണ് ബോംഡില പാസ്, അരുണാചൽ പ്രദേശിൽ കിടക്കുന്നത്. പിന്നെ ദിഫർ പാസ് ആണ് ഇത് ദിഫർ പാസ്. പിന്നെ ലേക്പാനി പാസ്, ദിഹാങ് പാസ് ഇത് ദിഹാങ് പാസ്. ഓക്കെ.
പിന്നെ ഗൊരംഘട്ട് രാജസ്ഥാനിൽ ഗൊരംഘട്ട് പാസ് ഉണ്ട്. പിന്നെ ഹാൽഡിഘട്ട് പാസ്, ഇതാണ് ഹാൽഡിഘട്ട് പാസ് രാജസ്ഥാനില്. ഇത് അസിർഘട്ട്, നമ്മുടെ മധ്യപ്രദേശിലുള്ളതാണ് അസിർഘട്ട് പാസ്. പിന്നെ കസാരാഘട്ട് പാസ് ഇതാ ഇവിടെ. പിന്നെ ബോർഘട്ട്, ഇതാണ് ബോർഘട്ട് പാസ്. പിന്നെ കുംഭാലിൽ പാസ്സാണ് ഈ കാണുന്നത് മഹാരാഷ്ട്രയിലുള്ളത്. പിന്നെ ഗോർലാഘട്ട് നമ്മുടെ ഗോവയ്ക്കും മഹാരാഷ്ട്രയ്ക്കിടയിൽ ചോർലാഘട്ട്. ഇത്രയുമാണ്. അതുപോലെ പാൽഘട്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള പാസുകൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട പാസുകൾ. ഈ മാപ്പ് നിങ്ങൾ കൃത്യമായി ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചു പോവുക. അടുത്തത്, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. താഴെ പറയുന്നതിൽ ഏതാണ് ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായത്? ബൊക്കാറോ റഷ്യ, ദുർഗാപൂർ ബ്രിട്ടൻ, റൂർക്കേല ജർമ്മനി. അപ്പൊ ഏതാണ് ഉത്തരം? റൂർക്കേലയാണ്. റൂർക്കേല ജർമ്മനി എന്ന് നമുക്ക് അറിയാം. ഓക്കെ. അടുത്ത, ഇരുമ്പുരു നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ എവിടെ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്? ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പൊ ഇന്ത്യയിൽ കാണപ്പെടുന്ന 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, അതുപോലെ തന്നെ സിഡറൈറ്റ്. സിഡറൈറ്റ് എന്നിങ്ങനെ ഉണ്ട്. ഓക്കെ, 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇനി ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% എവിടെയാണ്? ഇന്ത്യയിലാണ്. 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. എവിടെയാണ് 50 മുതൽ 60% വരെ ഇരുമ്പയിരിന്റെ കയറ്റുമതി ചെയ്യുന്നത്? ജപ്പാനിലേക്കും കൊറിയയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ്. ഇരുമ്പയിരിന്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ നോക്കാം. ഒഡീഷയിലാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ എന്നിവ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ എന്നിവ ഒഡീഷയിലാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡിലാണ് സിംഗ്ബം, ദുർഗ് എന്നിവ ജാർഖണ്ഡ്. ബെല്ലാരി, ചിക്കമംഗലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ബെല്ലാരി, ചിക്കമംഗലൂർ, ഷിമോഗ, ചിത്രദുർഗ് എന്നിവ കർണാടകയിൽ. മർമഗോവ ഗോവയിലാണ്. ഗോവ. സേലം, നീലഗിരി എന്നിവ തമിഴ്നാട്. സേലം, നീലഗിരി തമിഴ്നാട്ടിലുമാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിരുണ്ട്, കൽക്കരി ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട്, ഡോളമൈറ്റ് എന്നിവയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് ഏത്? കൽക്കരി. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തു അത് കൽക്കരിയാണ്. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നത് എന്ന് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. അതായത് ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ്? കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായാണ്. ഈ പാരഗ്രാഫ് ഓർത്ത് വെക്കുക. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ശരിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകൽ, ഡോളമൈറ്റ് എന്നിവ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മേൽപ്പറഞ്ഞ അസംസ്കൃത വസ്തുക്കളെ കൂടാതെ ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങൾ, കയറ്റുമതി സൗകര്യങ്ങൾ, തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയവയും ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നെന്നുകൂടി പഠിച്ചു വെക്കുക. ഇനി ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം, സവിശേഷത. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ എവിടെയാണ്? ജംഷഡ്പൂർ. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. ടാറ്റ ഇരുമ്പുരുക്ക് ശാല, ജംഷഡ്പൂർ. അടുത്തത്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ. പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിലാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് കമ്പനി, ഭദ്രാവതി, കർണാടകം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായ്. അതെവിടെയാണ്? ദുർഗ്. ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എവിടെയാണ്? ദുർഗ്. ഛത്തീസ്ഗഡിലെ ദുർഗിലെ
പിന്നെ ബിലായി ആണ് ദുർഗ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചു 1959. വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1959 ബിലായി ദുർഗ് ഛത്തീസ്ഗഡ് റഷ്യ. ബിലായി ദുർഗ് ഛത്തീസ്ഗഡ് റഷ്യ 1959 പഠിച്ചു വെക്കുക. അടുത്തത് റൂർക്കേല, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഒഡീഷയിലെ സുന്ദർഗഡിൽ ജർമ്മനിയുടെ സഹായത്തോടെ 1959 റൂർക്കേല. അടുത്തത് ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ UK സഹായത്തോടെ 1962, അതായത് ബ്രിട്ടന്റെ സഹായത്തോടെ 1962 ദുർഗാപൂർ 62 UK. അതുപോലെ ബൊക്കാറോ ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ റഷ്യയുടെ സഹായത്തോടെ 1964, ബൊക്കാറോ റഷ്യ 1964. അതായത് ബിലായി റൂർക്കേല ദുർഗാപൂർ ബൊക്കാറോ എന്ന് ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യം ബിലായി എവിടെയാണ്? ദുർഗിലാണ്, ഛത്തീസ്ഗഡിലെ ദുർഗിൽ. ബിലായി ഛത്തീസ്ഗഡിലെ ദുർഗിൽ 1959 റഷ്യയുടെ സഹായം. 1959 റഷ്യ. റൂർക്കേലയും 1959 തന്നെ ആരുടെ? റൂർക്കേല എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹായത്തോടെ 59 ഒഡീഷയിലെ സുന്ദർഗഡ്. അടുത്ത ദുർഗാപൂർ വരുന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ്, ബ്രിട്ടന്റെ സഹായത്തോടെ 62. ഏറ്റവും അവസാനം ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ 64 ജാർഖണ്ഡിലെ ബൊക്കാറോ എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ അവർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോയത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല പരീക്ഷകളിലും ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു ഏരിയ തന്നെയാണ്. കൃത്യമായി പഠിച്ചു വെച്ചാൽ മാർക്ക് ഉറപ്പിച്ച് തന്നെ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് നമ്മുടെ ടെലിഗ്രാം ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. നല്ല വ്യത്യസ്തങ്ങളായ അടിപൊളി ക്ലാസ്സുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്